ഓക്കെ, ഇന്ത്യൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെബി ആണ് കേട്ടോ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ സെബി ആക്ട് ഉണ്ട്. 1992 സെബി ആക്ട് ഉണ്ട്. അതുവഴിയാണ് ഇതിനെ ഒരു സ്റ്റാറ്റുവേറ്ററി ബോഡി ആയിട്ട് വന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 12 ഏപ്രിൽ 1988 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് വരുന്നത്. ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് വരുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്ത് വരുന്നതാണ് കേട്ടോ. സെബിയും വരുന്നതാണേ. ഓക്കെ, അപ്പം അടുത്തത് നോക്കാം. അടുത്ത നോക്കിക്കേ. ഓൾറെഡി നിങ്ങൾ ക്ലാസ്സസ് കണ്ടിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ ക്വസ്റ്റ്യൻ മാത്രം വായിച്ചു വിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ് കണ്ടിട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പം അതിന്റെ കൂടെ പറഞ്ഞു പോകുന്നതാ. അടുത്തത്, വിച്ച് ഇന്ത്യൻ ഇൻഡസ്ട്രി ഈസ് എംപ്ലോയിങ് എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ്? ഏതായിരിക്കാം? ഏത് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് എംപ്ലോയിങ് എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ്? ഏതായിരിക്കാം? ഏത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലാണ് ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് വരുന്നത്? നിങ്ങൾക്ക് ഏതായിട്ടാ തോന്നുന്നത്? ഏതായിരിക്കും പിള്ളേരെ? തന്നിരിക്കുന്നതിൽ ഏതാണെന്നറിയാവോ ഏറ്റവും കൂടുതൽ വരുന്നത്? തന്നിരിക്കുന്ന 4 ഏറ്റവും കൂടുതൽ വരുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് കേട്ടോ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം നിങ്ങൾ ഇപ്പൊ അയൺ ആൻഡ് സ്റ്റീൽ ആണോ എന്ന് ഡൗട്ട് തോന്നും. കാരണം എന്നാ, നമ്മൾ മുമ്പേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. മുമ്പേ ഇവിടെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അതിനകത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഉള്ളതില് ഏറ്റവും ഏതാന്ന് പറയുന്നത്? ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഏതിനകത്താ? അയൺ ആൻഡ് സ്റ്റീലിലാ വരുന്നത്. പക്ഷെ എംപ്ലോയീസ് കൂടുതലും വരുന്നത് ഏതിനകത്തായിരിക്കും? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലായിരിക്കും വർക്കേഴ്സ് കൂടുതലും വരുന്നത്. കാരണം അയൺ ആൻഡ് സ്റ്റീലില് കൂടുതൽ എങ്ങനെ ആയിരിക്കും? ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ഉണ്ട്. അതൊക്കെ കാരണം എങ്ങനെയായിരിക്കും? ഫ്യൂവർ വർക്കേഴ്സേ അവിടെ വരത്തുള്ളൂ. ഹയർ ലെവൽ ഓഫ് ഓട്ടോമേഷൻ കാരണം. അപ്പം ലാർജസ്റ്റ് കൂടുതലും വർക്കേഴ്സ് വരുന്ന എവിടെ ആയിരിക്കും? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലായിട്ടായിരിക്കും കൂടുതൽ വർക്കേഴ്സ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലായിരിക്കും വരുന്നത്. അതായത് കോട്ടൺ, സിൽക്ക്, വൂള്, ജൂട്ടൻ, ദെൻ അങ്ങനെയുള്ളതിന്റെ എല്ലാം ജനറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഏതായിരിക്കും വരുന്നതെന്ന് അറിയുമോ? ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഏത് സെക്ടർ ആയിരിക്കും എന്നറിയുമോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത് ഏത് സെക്ടർ ആയിരിക്കും എന്നറിയുമോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ GDP-യുടെ 50% കൂടുതലോളം ഏതായിരിക്കും? അഗ്രികൾച്ചർ സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഏതാണ്? അഗ്രികൾച്ചർ സെക്ടറിലാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഏതാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലാണ് വരുന്നത്. നമ്പർ ഓഫ് വർക്കേഴ്സ് പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, ലാർജസ്റ്റ് കമ്പോണന്റ് ഓഫ് നാഷണൽ ഇൻകം ഏതായിരിക്കും? നമ്മുടെ ഇന്ത്യ എങ്ങനെ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് കൺട്രി ആണ് അല്ലേ? സോ ഏതായിരിക്കും ലാർജസ്റ്റ് കമ്പോണന്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? എന്നാ പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? സം ആണല്ലേ ഇന്ത്യയുടെ
എന്തായിരിക്കും നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല് എന്നായിരിക്കും വരുന്നത്? നാഷണൽ ഇൻകത്തിന്റെ സർവീസ് സെക്ടർ ഗ്രോയിങ് സെക്ടർ ആണ് വരുന്നത്. സർവീസ് സെക്ടർ ഗ്രോയിങ് സെക്ടർ ആണ് ഇന്ത്യയിൽ. നമ്മുടെ ടെലികോം ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ അതെല്ലാം തന്നെ ഗ്രോയിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോലി വരുന്നത് എല്ലാം സർവീസ് സെക്ടറിൽ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇന്ത്യയുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ നോക്കുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഫീച്ചർ ആണ് ഇമ്മൻസ് ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. പക്ഷെ നാഷണൽ ഇൻകം ലാർജസ്റ്റ് കമ്പോണന്റ് ഏതാണ്? അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ് വരുന്നത് കേട്ടോ. അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ് വരുന്നത്. ഗ്രോയിങ് ആയിട്ടുള്ളൊരു സർവീസ് സെക്ടർ ആണ് വരുന്നത്. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്നാന്ന് അറിയാവോ? മെയിൻ ആയിട്ട് ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്നാന്നറിയാവോ? ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വരുന്നത് ലോ പെർ ക്യാപിറ്റ ഇൻകം വരും. പെർ ക്യാപിറ്റ ഇൻകം കുറവായിരിക്കും വരുന്നത്. അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് നാഷണൽ ഇൻകം ഓവർ പോപ്പുലേഷൻ ആണ് വരുന്നത്. അതായത് ഒരു ജനസംഖ്യയിൽ ഓരോ ആൾക്കാരുടെ ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസണിൽ ഒരു ഇയറിൽ വരുന്ന ആവറേജ് ഏണിങ്സിനെ പറ്റി ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം വഴി കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ എന്നായിരിക്കും ഇവിടെ ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത് ആക്ച്വൽ ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ച്വൽ ഇൻകം അല്ല വരുന്നത്. മെയിൻ കാരണം എന്നാ ആക്ച്വൽ ഇൻകം കിട്ടത്തില്ല. കാരണം ഈ പോപ്പുലേഷനാ ബൈ പോപ്പുലേഷൻ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവര്, ചൈൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്ക് ആക്ച്വൽ നമ്പർ കിട്ടത്തില്ല. പക്ഷെ എന്നാണ് ഒരു ഇയറിലുള്ളൊരു ആവറേജ് ഏണിങ്സ് നമുക്ക് കിട്ടും ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാക്കി പല ഡെവലപ്ഡ് ആയിട്ടുള്ള എക്കണോമീസ് ഉണ്ട്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ എങ്ങനെ ആയിരിക്കും? ലോ ഇൻകം ആയിരിക്കും വരുന്നത്. ലോ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും വരുന്നത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്നാണ്? ഇവിടുത്തെ റാപ്പിഡ് ഗ്രോത്ത് ആണ്. പോപ്പുലേഷന്റെ റാപ്പിഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകത്തെ ഒരു എക്കണോമിയിലെ പെർ ക്യാപിറ്റ ഇൻകത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഡയറക്ട്ലി അഫക്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അടുത്താണ് ഹെവി പോപ്പുലേഷൻ പ്രഷർ. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും 1947 തൊട്ടുള്ള UN കണക്ക് പുറത്തുവിടുന്നുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എന്നാണ് ഇന്ത്യയാണ് ഇപ്പോഴെ ലാർജസ്റ്റ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2022 ചൈനയെ കവർ ചെയ്തിട്ട് തന്നെയാണ് ഇന്ത്യ വരികയുണ്ടായി. അപ്പം നമ്മുടെ 2011 ലാസ്റ്റ് സെൻസസ്. ആ സെൻസസ് അനുസരിച്ച് 121 കോടി ജനങ്ങളാണ് വരുന്നത് അല്ലേ? പക്ഷെ ഇപ്പൊ എന്നായിരിക്കും? ഇപ്പൊ അതൊക്കെ അതിൽ കൂടുതലായി കാണും. നമ്മുടെ ഇനി ലാസ്റ്റ് സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു, പക്ഷെ നടന്നില്ല. അതിനുള്ള റീസൺ എന്നാ? കോവിഡ് ഒക്കെ വന്നുകൊണ്ട് അതിന്റെ ഡേറ്റ കളക്ഷൻ ഇപ്പോഴും നടക്കുന്നുള്ളെന്നാണ് പറയുന്നത്. അപ്പം ഒരു 10 വർഷം കൂടുമ്പോൾ ഡെക്കേഡലായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ സെൻസസ് നടക്കുന്നത്. നടന്നിട്ടില്ല. ഉടനെ തന്നെ സെൻസസ് നടന്ന് ഡേറ്റ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഏകദേശം ഒരു 17.5% വേൾഡിന്റെ പോപ്പുലേഷന് ഇന്ത്യ പൊസസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
അപ്പം ഹെവി പോപ്പുലേഷൻ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എന്നാണ് നന്നായിട്ട് വറി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നാണ്, ഇങ്ങനെ പോപ്പുലേഷൻ കൂടി വരുന്നതിനനുസരിച്ച് ഗവൺമെന്റിന് ഇത്രയും ആൾക്കാർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇതിനെല്ലാം തന്നെ റൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് തന്നെയാണ് ഫണ്ട് റേസ് ചെയ്യണം പല സ്ഥലത്തുനിന്നുമായിട്ട്. അത് ഗവൺമെന്റിന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ. ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതാണ്? അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതുമായിട്ട് വരുന്നിട്ടുള്ള അലീഡ് സെക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യൻ GDP-യുടെ ഏകദേശം 14.2% തന്നെ ഏതാണ്? അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറും അതുമായിട്ട് അലീഡ് ചെയ്ത് വരുന്ന സെക്ടേഴ്സും കൂടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏകദേശം അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇന്ത്യൻ പോപ്പുലേഷന്റെ ഒരു 53% ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതാണ്? അഗ്രികൾച്ചർ സെക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും എന്നാണ്, ഇത്രയും ഇതായിട്ടുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അഗ്രികൾച്ചറിൽ നിന്ന് ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും വരുന്നത്. അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഏതാണ്? അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് ലാൻഡ്. അതായത് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് തന്നെ ആയിരിക്കും താമസിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തന്നെ എടുക്കും ലാൻഡ്, അതിന് വേണ്ടി പോവും. അപ്പം ലാൻഡ് ഏരിയയുടെ അവൈലബിലിറ്റി ഇപ്പം കുറഞ്ഞ് വരുവാണ് ചെയ്യുന്നത്. അതും ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ അടുത്തതാണ് പോവേർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്നാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണല്ലേ, ഫീച്ചറാണ്, പക്ഷെ ഒരു നെഗറ്റീവ് ഫീച്ചറാണ് വരുന്നത്. അടുത്തത് പോവേർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇവിടുത്തെ മോസ്റ്റ് അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആണ് വരുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുമിഞ്ഞുകൂടി കിടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ എടുത്ത് നോക്കുവാണെങ്കിൽ, നമ്മുടെ കൺട്രിയെ വെൽത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ, ആ വെൽത്തിന്റെ 53% 1% ഇന്ത്യൻസിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇപ്പൊ 100 പേരെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരാളിലായിരിക്കും കൂടുതലും വെൽത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ബാക്കി എന്നാണ്, ഇതിനകത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ കണക്കിനകത്ത് തന്നെ ടോപ്പിലായിട്ട് വരുന്ന ഒരു 10% ഉണ്ടല്ലോ, അവരായിരിക്കും ഏകദേശം ഒരു 76%ഓളം ഓൺ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റും. ബാക്കിയുള്ളവരിലാണ് ശരിക്കും പറഞ്ഞാല് പകുതി കുറവല്ലേ, പകുതി കുറവ് ആൾക്കാരാണ്. ബാക്കി വരുന്ന 90%ഓളം ആൾക്കാരില് പകുതി കുറവായിരിക്കും വെൽത്ത് വരുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നത്. അതാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഉള്ളവന്റെ കയ്യിൽ ഉണ്ട്, ഇല്ലാത്തവന്റെ കയ്യിൽ ഇല്ല, ആ ഒരു സ്റ്റേജ് ആണ് ഇരിക്കുന്നത്. ഇനി ക്യാപിറ്റൽ ഫോർമേഷനിലുള്ള ഡൗൺഫാൾ. അടുത്താണ് ഡൗൺഫാൾ ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഈ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന ടേം ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൺട്രിയുടെ നെറ്റ് ക്യാപിറ്റൽ അക്യുമേഷനാണ്. ഒരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട്. ആ അക്കൗണ്ടിങ് പീരീഡിൽ കൺട്രിയുടെ നെറ്റ് ക്യാപിറ്റൽ അക്യുമുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ഫോർമേഷന്റെ റേറ്റ് ലോ ആണ്. കാരണം ലോവർ ലെവൽ ഓഫ് ഇൻകം കൊണ്ട് തന്നെ എന്നായിരിക്കും ഇവിടെ ക്യാപിറ്റൽ ഫോർമേഷന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ലോ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഓരോ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിനകത്തില് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹ്യൂജ് ഡൗൺഫോൾ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. അതാണ് ഡൗൺഫോൾ ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ മിക്സഡ് എക്കണോമി, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു തന്നായിരുന്നു. അത് അടുത്തതാണ് ഇമ്മൻസ് ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ. ഇന്ത്യയുടെ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സർവീസ് സെക്ടറിൽ ഒന്നാണ് വരുന്നത്. കാരണം നമ്മുടെ ഇ കൊമേഴ്സ്, IT സെക്ടർ, BPO ഇതിന്റെ എല്ലാത്തിന്റെ ഇമ്മൻസ് ഗ്രോത്ത് കാരണം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടറുകളിൽ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, സർവീസ് സെക്ടർ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും വരുന്നത്? ഇപ്പൊ ഒരു ഇമ്മൻസ് ഗ്രോത്ത് ആയിരിക്കും ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇമ്മൻസ് ഗ്രോത്ത് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സർവീസ് സെക്ടറിൽ ഇമ്മൻസ് ഗ്രോത്ത് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. then അടുത്തത്
ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ ഏതാ വരുന്നത്? ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ ഏതാ വരുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാരണം ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് അല്ലാത്ത ഏതാന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ മൂന്നാലെണ്ണം ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതാന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രി ഏതാ വരുന്നത്? ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിൾ ഏതായിരിക്കും വരുന്നത്? ഇന്ത്യയിലെ ഏതാ വരുന്നത്? സ്റ്റീൽ ഇൻഡസ്ട്രി ആയിരിക്കും അല്ലേ വരുന്നത്? ഏതാണ് വരുന്നത്? സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് വരുന്നത്. അത് പ്ലാന്റ്, മെഷീനറി, ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ആയിട്ട് ഒരു എന്നാ പറയുന്നത്, ഭയങ്കരമായിട്ടുള്ളൊരു ക്യാപിറ്റൽ വേണം. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും വരുന്നത്? സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് വരുന്നത്. ഹു എസ്റ്റിമേറ്റഡ് ദ നാഷണൽ ഇൻകം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം എസ്റ്റിമേറ്റ് ചെയ്ത ആരാണ്? ഈ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാന്നറിയാമോ? ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനായിരുന്നു, നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്നാ ഒരു 1600 ആ ഒരു ടൈം ആയപ്പോഴത്തേനെ ഇന്ത്യയിലോട്ട് ബ്രിട്ടീഷുകാർ കയറി വന്നു അല്ലേ. ബ്രിട്ടീഷുകാർ കയറി വന്ന് കച്ചവടത്തിനായിട്ട് വന്നു. പിന്നെ പയ്യെ 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 എന്നെ എടുത്തു, പയ്യെ പയ്യെ നിങ്ങൾ പൊളിറ്റിയിൽ ആ ഒരു ഇത് പഠിക്കുന്നുണ്ട്, ആ ഒരു ഹൈറാർക്കി അവരെങ്ങനെയാണ് പിടിച്ചെടുത്തത് എന്ന് പറയുന്നത് പഠിക്കുന്നുണ്ടല്ലേ. അപ്പം പയ്യെ പയ്യെ എന്നെ എടുത്തു, ഇന്ത്യയിൽ അവര് പയ്യെ ഇങ്ങനെ കച്ചവടത്തിനായിട്ട് വന്നു. പിന്നെ ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുക്കി മൊത്തത്തിൽ പിന്നെ എന്നെ എടുത്തു, ഇന്ത്യയുടെ കൺട്രോൾ അവരുടെ കയ്യിലായി. മൊത്തത്തിൽ ക്രൗൺ റൂൾ വന്നു. ക്രൗണ് നമ്മളെ എന്നെ എടുത്തു കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ആ ഒരു ടൈമിൽ ശരിക്കും ഇന്ത്യയുടെ ക്യാപിറ്റല്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പൈസസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. ഇന്ത്യയുടെ ക്യാപിറ്റല് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരിലോട്ട് പോവാണ്. അതായത് ബ്രിട്ടീഷ് എന്നെ അടുത്തെന്നറിയാമോ, ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ സ്പൈസസും കാര്യങ്ങളും ഒക്കെ അവരുടെ കൺട്രിയിലോട്ട്, ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇത് എന്നെ അടുത്തു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റു. വിറ്റ് കഴിഞ്ഞിട്ട് ആ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റ് കഴിയുമ്പോൾ അതിന്റെ ഒരു കൺസ്യൂമർ ആയിട്ട് മാത്രം ഇന്ത്യയെ കണ്ടുള്ളൂ. അതായത് അപ്പം ബ്രിട്ടന്റെ എക്കണോമി ഗ്രോ ചെയ്യാനും ഇന്ത്യയുടെ തന്നെ അടുത്തു ഹ്യൂജ് ഡൗൺഫോൾ വരാനായിട്ടും തുടങ്ങി. കാരണം നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്ന സാധനം കൊണ്ടുപോയിട്ട് നമുക്കൊന്നും ഇല്ല, അവരവിടെ കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ ലാഭം മൊത്തം അവരെടുക്കും. എന്നിട്ട് നമ്മളെ തന്നെ തന്നെയാണ് ഒരു കൺസ്യൂമർ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഇങ്ങനെയെല്ലാം ഇന്ത്യയുടെ വെൽത്ത്, ശരിക്കും പറഞ്ഞാല് വെൽത്ത് ഡ്രെയിൻ തിയറി എന്ന് പറയും. ഇന്ത്യയുടെ വെൽത്ത് ബ്രിട്ടനിലോട്ട് ചോർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ആ കാര്യമൊക്കെ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ദാദാഭായി നവറോജിയെ പോലുള്ള ആൾക്കാരായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയും. അതിനകത്താണ് അദ്ദേഹം ഈ കോൺസെപ്റ്റ് പറഞ്ഞത് കേട്ടോ, വെൽത്ത് ഡ്രെയിൻ തിയറി പറഞ്ഞത്. ഇന്ത്യയുടെ വെൽത്ത് ബ്രിട്ടനിലോട്ട് ചോർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നാഷണൽ ഇൻകം ഇന്ത്യക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ദാദാഭായി നവറോജിയാണ്. പക്ഷെ അതൊരു സയന്റിഫിക് അപ്രോച്ച് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഇങ്ങനെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ കൊണ്ടുവന്നത് ആരാണ്? ദാദാഭായി നവറോജിയാണ്. പിന്നെ ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം സയന്റിഫിക് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തത് ആരാണ്? അതിനുള്ള ഇത് കൊടുത്തത് ആരാണ്? VK RV റാവു ആണ് കൊടുത്തത്. സയന്റിഫിക് ഇതിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത് ആരാണ്? VK RV റാവു ആണ് കൊടുത്തത്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് എംപ്ലോയർ ഇൻ ഇന്ത്യ? ഇന്ത്യ ലാർജസ്റ്റ് എംപ്ലോയർ ആരാന്നറിയാവോ? ഇന്ത്യയിലെ ലാർജസ്റ്റ് എംപ്ലോയർ ആരാണ്? ആരാ വരുന്നത്? ഇന്ത്യൻ ഏതാ പിള്ളാരെ? ഏതാ വരുന്നത്? ഏതാ? ഇന്ത്യൻ റെയിൽവേ ആണ് വരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഏതാണ്? ലാർജസ്റ്റ് എംപ്ലോയർ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ് വരുന്നത്. അടുത്തത്, പ്രസന്റ് ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഏതാ വരുന്നത്? ഏതാ വരുന്നത്?
ഏതാ, ഗോൾഡ് റിസർവ് സിസ്റ്റം ആണോ, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആണോ, ഏതായിരിക്കും വരുന്നത്? പ്രസന്റ് സിസ്റ്റം ഏതാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? പ്രസന്റ് സിസ്റ്റം വരുന്നത് പേപ്പർ കറൻസി സിസ്റ്റം ആണ് കേട്ടോ. മാനേജ്ഡ് പേപ്പർ കറൻസി സിസ്റ്റം വരും. ഇത് കുറച്ച് പഴയതാണ് വരുന്നത്. മാനേജ്ഡ് പേപ്പർ കറൻസി സിസ്റ്റം വരും, അല്ലെങ്കിൽ ഫിയാറ്റ് സിസ്റ്റം എന്നാ പറയുന്നത്. FIAT, ഫിയാറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിന്റെ ലീഗൽ ഈ സിസ്റ്റത്തിന്റെ ഗവേൺ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗവേൺ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് കറൻസിയെ ബാക്ക് ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും, നമ്മുടെ ഗോൾഡ് റിസർവ് കാണും, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കാണും, അതുപോലെ തന്നെ ഫോറിൻ സെക്യൂരിറ്റീസ് കാണും. ഇതിന്റെ എല്ലാത്തിനെയും കൂടെ ഒരു ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വഴിയായിരിക്കും നമുക്ക് കറൻസിയെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. പുള്ളി മെറ്റാലിക് റിസർവ് ആയിട്ടായിരിക്കത്തില്ല, ഫോറിൻ സെക്യൂരിറ്റി വഴിയും ഗോൾഡ് റിസർവ് വഴിയും ഗവൺമെന്റ് സെക്യൂരിറ്റി വഴിയും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും കറൻസിയെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ കറൻസി എല്ലാം തന്നെ അച്ചടിക്കുന്ന ആരാ, ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1 രൂപ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ, അതിന്റെ കോയിനും നോട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. പല മിന്റുകളിലായിട്ടാണ് വരുന്നത്. അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എല്ലാ കറൻസിയും ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ എന്നാ ചെയ്യുന്നത്? എക്കണോമിക് നീഡ്സ് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ 3 കൂടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മുടെ എക്കണോമിക് നീഡ്സും മോണിറ്ററി പോളിസി എല്ലാം അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, കറൻസി നോട്ടിനെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രസന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതായിരിക്കും? മാനേജ്ഡ് പേപ്പർ കറൻസി സിസ്റ്റം അല്ലെങ്കിൽ ഫിയാറ്റ് മണി സിസ്റ്റം ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് മിനിസ്ട്രി ഈസ് റെസ്പോൺസിബിൾ ഫോർ കാൽക്കുലേറ്റിംഗ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഏത് മിനിസ്ട്രി ആയിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഏത് മിനിസ്ട്രി ആയിരിക്കും വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും അല്ലെ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും വരുന്നത്. അടുത്തത്, ബേസ് ഇയർ ഏതാ വരുന്നത്? അതായത് ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നായിരിക്കും, ഇന്ത്യയിൽ ബേസ് ഇയർ ഉണ്ട്. ബേസ് ഇയർ നമ്മൾ ഒരു ഇതുണ്ടല്ലോ, എന്ത് വരുന്നതെന്ന് പറയാം, ഇൻഫ്ലേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസ് ഇയർ വെക്കാറുണ്ട്. ഇനി നാഷണൽ ഇൻകത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്, നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എന്താണ് ഇതിനെ രണ്ടിതില് നോർമൽ പ്രൈസും ഉണ്ട് മാർക്കറ്റ് പ്രൈസും ഉണ്ട് അല്ലേ. ഇപ്പൊ NNP അറ്റ് നോർമൽ ഇതാണ്, ബേസ് പ്രൈസ് ആണ് ഏതെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനെ ഏതായിരിക്കും ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? അതായത് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത വർഷം, ഇപ്പൊ കോവിഡ് നടന്ന വർഷം 2022, ആ ഒരു ടൈമിനെ നമുക്ക് ബേസ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ എക്കണോമിയിൽ തന്നെ, നമ്മുടെ എക്കണോമി മാത്രമല്ല പലയിടത്തും വന്ന് തന്നെയാണ് എക്കണോമി ഭയങ്കര ഡൗൺഫാൾ ആയിട്ട് നിന്നിരുന്ന ഒരു ടൈമാണ്. അപ്പം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു വർഷത്തെ ആയിരിക്കും നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. അതിനെ ഏതായിരിക്കും ഇപ്പൊ കറന്റ്ലി പോകുന്നത് ഏതാണ്? കറന്റ്ലി ഇതുവരെ പോകുന്നത് 2011-12 പോകുന്നത്. ഇനി അടുത്ത വർഷങ്ങളിലായിട്ട് പുതിയ ബേസ് ഇയർ വരും കേട്ടോ. പുതിയത് ഗവൺമെന്റ് പുതിയ ബേസ് ഇയർ പറയുന്നുണ്ട്. ഇനി പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകത്തെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞ നാഷണൽ ഇൻകത്തെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ, കൺട്രിയുടെ ടോട്ടൽ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ആണ് വരുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ ആണ് വരുന്നത്, പെർ ക്യാപിറ്റ ഇൻകം വരുന്നത്. ജസ്റ്റ് നിങ്ങൾ തിയറിക്കകത്ത് പഠിച്ച ജസ്റ്റ് ഡെഫിനിഷൻസ് ആ പറയുന്നത്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഏതാ പറയുന്നത്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്നാ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ടല്ലേ. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്നാണ്? ഏതാ വരുന്നത്? ഏതാ വരുന്നത്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റും ഉണ്ട്, പിന്നെ ഏതാ വരുന്നത്? മാർക്കറ്റ് പ്രൈസും ഉണ്ട് അല്ലെ. മാർക്കറ്റ് പ്രൈസും ഉണ്ട്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റും ഉണ്ട്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്നായിരിക്കും? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിക്കുന്നത്,
ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാത്തത് അല്ലേ? ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാത്തതായിരിക്കും വരുന്നത്. ഏത് വരും? അപ്പൊ ഏതാ വരുന്നത്? ഈ നാലെണ്ണത്തിൽ ഏതാ വരുന്നത്? നാഷണൽ ഇൻകം കണ്ടിട്ട് കയറിയവരല്ലേ? ഈ നാലെണ്ണത്തിൽ ഏതാ വരുന്നത്? നാഷണൽ ഇൻകം കണ്ടതല്ലേ നിങ്ങള്? കണ്ടിട്ട് തീർത്തിട്ട് കയറണമെന്ന് ഞാൻ പറഞ്ഞത്. ഏതാ വരുന്നത്? ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും? ജി ഡി പി അറ്റ്, ഒന്നും കൂടെ കറക്റ്റ് പറയുവാണെങ്കിൽ, ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആയിരിക്കും വരുന്നത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആയിരിക്കും വരുന്നത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് പ്ലസ് എന്നായിരിക്കും? സബ്സിഡി ആഡ് ചെയ്യുന്നതായിരിക്കും വരുന്നത്. സോ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ജി ഡി പി ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജോഗ്രഫിക് ടെറിട്ടറിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എണ്ണം, ജി ഡി പി എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടറിൽ ഇന്ത്യയുടെ ജി ഡി പിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എത്ര? എത്ര വരുന്നത്? ആൻസർ ഉണ്ടോ? ഏതായിരിക്കും വരുന്നേ? 18 to 20% ആണ് കേട്ടോ വരുന്നത്. 18 to 20% ആണ് വരുന്നത്. അപ്പൊ ഏതായിരിക്കും വരുന്നത്? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി അതൊക്കെയാണ് വരുന്നത് അല്ലേ? ഡയറക്റ്റ് ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷിങ്, മൈനിങ്, ക്വാറിങ് അതെല്ലാമാണ് വരുന്നത്. എത്ര? 18 to 20% ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 20% വരും. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ നോക്കിയതാ. ഇനി അടുത്തത്. അടുത്ത ഏതാ വരുന്നത്? അടുത്ത നോക്കിയേ, 19 നോക്കിക്കേ. ഏതാ വരുന്നത്? കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ഈസ് ഡിക്രീസിങ് ഇൻ എ കൺട്രീസ് എക്കണോമി. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ? ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും വരുന്നത്? അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇത് കുറവാന്ന് കാണിക്കുന്ന ഏതാണ്? ഒരു ഡെവലപ്ഡ് നേഷൻ, അമേരിക്ക പോലെയുള്ളതാണ് ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്നായിരിക്കും? എന്തായിരിക്കും ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്നത്? എന്തിന്റെ ബേസിലാണ് കൺട്രിയെ ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്നത്? എന്തിന്റെ ബേസിലായിരിക്കും കൺട്രീസിനെ ഡെവലപ്ഡ്, അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എന്നൊക്കെ പറയുന്നത്? എന്തിന്റെ ബേസിലായിരിക്കും പറയുന്നത്? എന്തിന്റെ ബേസിലാ പറയുന്നത്? എന്തിന്റെ ബേസിലായിരിക്കും പറയുന്നത്? നമ്മൾ പറയാറുണ്ട് ആ കൺട്രി ഡെവലപ്ഡ് ആണ്, അണ്ടർ ഡെവലപ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. എന്തിന്റെ ബേസിലായിരിക്കും പറയുന്നത്? അറിയുവോ? ഡെവലപ്ഡ് എക്കണോമി, ഡെവലപ്പിംഗ് എക്കണോമി, ലീസ്റ്റ് ഡെവലപ്ഡ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് എന്ന് പറയാറുണ്ട്. നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ബേസിലായിരിക്കും പറയുന്നത്. ഒരു കൺട്രിക്ക് ഹൈ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ അതിനെ തന്നെ ഡെവലപ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ അവിടെ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ റിച്ച് കൺട്രി ആയിരിക്കും വരുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നറിയാവോ? ഏകദേശം ഒരു 12,236 USD കൂടുതലായിരിക്കും വരുന്നത്. ഓക്കെ, ആ ഒരു പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ബേസിലായിരിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ബേസിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്ന കൺട്രിയെ പറയുന്നത്.
ഓക്കെ, അപ്പം ഒരു കൺട്രി അഗ്രികൾച്ചർ സെക്ടർ കുറയുന്നു എന്നതിനർത്ഥം എന്നായിരിക്കും? അവിടെ വേറെ പല സെക്ടറും ഡെവലപ്പ് ആയി വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നായിരിക്കും? ഒരു ഡെവലപ്ഡ് നേഷന്റെ ആ ഡയറക്ഷനിലോട്ട് കൺട്രി ഗ്രോ ചെയ്യുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഡെവലപ്ഡ് നേഷന്റെ ആ ഡയറക്ഷനിലോട്ട് കൺട്രി ഗ്രോ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി ഇന്ത്യയിലെ എത്ര ശതമാനം ആൾക്കാർ ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ട്? എത്ര ശതമാനം ആൾക്കാർ ഇന്ത്യയിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ട്? എത്ര ശതമാനം ആൾക്കാർ പേ ചെയ്യുന്നുണ്ട്? റൗണ്ട് ചെയ്ത് പറയാ, എത്രാന്ന് പറയാവോ? വളരെയധികം കുറവായിരിക്കും കേട്ടോ വരുന്നത്. റൗണ്ട് ചെയ്ത് ഒരു 2.8 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 3% എടുക്കാം ഇവിടെ റൗണ്ട് ചെയ്തിട്ട്. ഇനി നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണ്? വിച്ച് ഈസ് നോട്ട് ആഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഒരു വർഷം ഒരു നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റീസെല്ല് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഓൾഡ് ഫ്രിഡ്ജല്ല, അതായത് റീസെല്ല് നടക്കുവാണ്. റീസെല്ല് ചെയ്യുന്ന ഐറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അതുപോലെ തന്നെ തന്നെയാണ് ഹൗസ് വൈഫിന്റെ സർവീസസും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ ഏതാ വരുന്നത്? ഡി, ബി ആൻഡ് സി ആണ് വരുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഏതായിരിക്കും കാണുന്നത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ? ഇന്ത്യൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിലായിരിക്കണം എന്നില്ല, ഇന്ത്യൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എമൗണ്ട്, അതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഏതായിരിക്കും വരുന്നത്? ഏതാ വരുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇന്ത്യൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. GNP എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ജി ഡി പിന്ന് ഫാക്ടർ ഇൻകം ടു എബ്രോഡ് മൈനസ് ചെയ്യും. അത് ഫാക്ടർ ഇൻകം ടു എബ്രോഡ്, GDP മൈനസ് ഫാക്ടർ ഇൻകം ടു എബ്രോഡ് പ്ലസ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് വരുന്നത്. വേറെ ഒന്നുമില്ല. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള, അതായത് ഇന്ത്യയുടെ മണ്ണിൽ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ US ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട്. ഏതാ വരുന്നത്? അത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ വരുന്നതാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നാ എടുക്കും? GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജോൺസൺ ആൻഡ് ജോൺസണേയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ എന്നാ എടുക്കും? പക്ഷെ നമ്മൾ GNP ആയിരിക്കുമ്പോൾ GNP എന്നാ ആയിരിക്കും? ഇന്ത്യൻ നാഷണൽസിന്റെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്നാ എടുക്കും? സ്വാഭാവികമായിരിക്കുമ്പോൾ ഇത് എന്നാ ചെയ്യും? ജോൺസൺ ആൻഡ് ജോൺസണിനെ കുറയ്ക്കും. പക്ഷെ US നമ്മുടെ ഇന്ത്യൻ ഒറിജിനൽസിന്റെ കമ്പനി കാണും. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരുടെ, ഇന്ത്യൻ വംശജരില്ലേ, അവരുടെ കമ്പനി കാണും. അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. അതാണ് പറയുന്നത് GNP എന്ന് പറയുന്നത് GDP മൈനസ് ഫാക്ടർ ഇൻകം ടു എബ്രോഡ് പ്ലസ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് വരുന്നത്. ഇന്ത്യൻ നാഷണൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തെ ആൾക്കാരാണ്, പക്ഷെ വേറൊരു രാജ്യത്താണെങ്കിലും അവരെല്ലായിരിക്കും ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അങ്ങനെയുള്ളവരുടെ കൺസിഡർ ചെയ്യും GNPക്കകത്ത്. ഓക്കെ, അടുത്തത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ അഗ്രികൾച്ചർ. എത്ര ശതമാനമാണ്? എത്ര ശതമാനം? ഇന്ത്യൻ പോപ്പുലേഷന്റെ എത്ര ശതമാനമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 58% അല്ലേ? അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് വിച്ച് ഇൻഡസ്ട്രി ക്യാൻ ബി ഇൻക്ലൂഡഡ് അണ്ടർ വൈറ്റ് റവല്യൂഷൻ. വൈറ്റ് റവല്യൂഷന്റെ അണ്ടറിൽ ഏതാ വരുന്നത്?
വൈറ്റ് റവല്യൂഷൻ ഏതാ വരുന്നത്? ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വൈറ്റ് റവല്യൂഷൻ വരുന്നത്? ഡയറി മിൽക്ക് പ്രൊഡക്റ്റുമായിട്ട് റിലൈസ് ചെയ്തിട്ടാണ് അല്ലേ വൈറ്റ് റവല്യൂഷൻ വരുന്നത്. ബ്ലൂ റവല്യൂഷൻ ആണെങ്കിൽ മറൈൻ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നതാണ്. റെഡ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീറ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നതാണ്. ഗോൾഡൻ റവല്യൂഷൻ ആണെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, ഹണി, ഫ്രൂട്ട്സ് പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നതാണ്. പിങ്ക് റവല്യൂഷൻ ആണെങ്കിൽ ഓനിയൻ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇനി ഗ്രേ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നതാണ്. സിൽവർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എഗ്സ് അല്ലെങ്കിൽ പോളിട്രി പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇനി എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഗ്രീൻ ഗോൾഡ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാംബു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ബ്രൗൺ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. സിൽവർ ഫൈബർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോട്ടൺ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടും വരുന്ന റവല്യൂഷൻസ് ഇത്രയൊക്കെയാണ്, ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ബ്ലാക്ക് റവല്യൂഷൻ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന? ബ്ലാക്ക് റവല്യൂഷൻ എന്ന് പറയുന്ന ഏതായിരിക്കും? ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ റവല്യൂഷൻ എന്ന് പറയും. ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? കോൾ പ്രൊഡക്ഷനുമായിട്ട് ഇവിടെ കിടക്കുന്ന കോൾ പ്രൊഡക്ഷനിലെ കറക്റ്റ് പറയുവാണെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉണ്ടല്ലോ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇനി പാർലമെന്റിൽ ആരാ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്? പാർലമെന്റിൽ ആരാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്? ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, നമ്മുടെ കറണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമ്മല സീതാരാമൻ. എത്ര തവണ പ്രസന്റ് ചെയ്തിട്ടുണ്ട്? എത്ര ടൈംസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നറിയാവോ? ഇത് നോക്കണ്ട, ഇപ്പോഴത്തെ ഇത് വെച്ച് പറഞ്ഞാൽ മതി. എന്ന് തൊട്ട് ഏകദേശം 2014 തൊട്ട്, നാലല്ല 2019 തൊട്ട് വരുന്നുണ്ട് അല്ലേ, 19 തൊട്ട് 25 വരെ. അറിയാവോ എത്ര ടൈംസ് ആണെന്നറിയാവോ? 8 ടൈംസ് ആണേ. ഒറ്റൊരു റോയില് 8 ടൈംസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് നിർമ്മല സീതാരാമൻ. ഓക്കെ, ആദ്യമായിട്ട് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ ആരാന്നറിയാവോ? ആദ്യമായിട്ട് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ള ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ? ആരാന്നറിയാവോ? ഇന്ദിരാഗാന്ധി ആണ്. പക്ഷെ എന്താണെന്നറിയാവോ, 1970 ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വുമൺ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ദിരാഗാന്ധി ഒരു ഫുൾ ടൈം ഫിനാൻസ് മിനിസ്റ്റർ അല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഫുൾ ടൈം ആയിട്ടുള്ള വുമൺ, ഫുൾ ടൈം ആയിട്ടിരുന്നിട്ടുള്ള ഫസ്റ്റ് വുമൺ ടു പ്രസന്റ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആരാന്നറിയാവോ? നമ്മുടെ നിർമ്മല സീതാരാമൻ ടൈമിൽ തന്നെയാണ് വരുന്നത്. പ്രസന്റ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് വരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ആരാന്നറിയാവോ? ആരാന്നറിയാവോ? ആരാന്നറിയാവോ?
മൊറാർജി ദേശായി ആണ് കേട്ടോ. 10 വരുന്നത്. പിന്നെ ഫീമെയിലിന്റെ കേസിൽ ഒറ്റ ഒരു സ്ട്രെച്ചിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ആരാന്ന് ചോദിക്കുവാണെങ്കിൽ ഫീമെയിലിന്റെ കേസിൽ വരുന്ന ആരാ?